ഈ അപകടത്തെ കോൺഗ്രസ് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്നും കൂടി സിപിഎമ്മിന്റെ ഒരു ഭാഗമുണ്ട്. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. രാജ്യത്തുണ്ടാവുന്ന ഇത്തരം സംഭവങ്ങളിൽ ഒരു അപകടമുണ്ടായി. അപകടത്തെ രാഷ്ട്രീയമായിട്ട് ആർക്കും കാണാൻ കഴിയും. അപകടത്തെ രാഷ്ട്രീയമായി കാണുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. സ്വന്തമായി രാഷ്ട്രീയ നിലപാടില്ലാത്തവരാണ് അങ്ങനെ പെരുമാറുക. അപകടമല്ലേ? ലോകത്തെ എല്ലായിടത്തും അപകടം ഉണ്ടാവില്ലേ? അപകടം ഉണ്ടായാലും അതിന് ഗവൺമെന്റാണ് ഉത്തരവാദി. അപകടത്തിന് അപകടം ഗവൺമെന്റ് ഉണ്ടാക്കുന്നതല്ല. അത് പറയാതിരുന്നില്ലെങ്കിൽ അയാൾ ആര്യാടൻ ഷൗക്കത്താവില്ല. ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയൂ. ആര്യാടൻ ഷൗക്കത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്തരം സംസാരം. ആര്യാടൻ ഷൗക്കത്തായാലും അതിന്റെ മുകളിലുള്ള കോൺഗ്രസ് നേതാക്കളായാലും എല്ലാ കാലത്തും ഇത്തരം മോശമായ പെരുമാറ്റത്തിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ ഈ കോൺഗ്രസിന് ഒരു ഇതുണ്ടായപ്പോൾ ജാഥയിട്ട് വരുമോ? ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ഈ അപകടമുണ്ടായതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സംസാരം, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എളുപ്പവിദ്യയുടെ അന്വേഷണമാണ്. അതുകൊണ്ടൊന്നും ആര്യാടൻ ഷൗക്കത്തും ജയിക്കാൻ പോകുന്നില്ല, UDF ജയിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയാണ് CPM പറയുന്നത്. അരുൺ അമൃതനാഥ് തുടരുന്നുണ്ട്. അരുൺ, വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് മാത്രം രാഷ്ട്രീയമായി വലിച്ചിഴക്കേണ്ട ഒരു പ്രശ്നമല്ല ഇത്. പക്ഷേ എന്തുകൊണ്ട് ഇത് പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു, എന്തുകൊണ്ട് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും പ്രധാനമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കാലങ്ങളായി ആ ജനത അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഒരു വന്യജീവി നേരിട്ടിറങ്ങി ഒരു ജീവൻ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. സമാനമായ രീതിയിൽ അതിന്റെയൊക്കെ തുടർച്ചയായുള്ളൊരു സംഭവമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. അതായത് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു രാഷ്ട്രീയ ആയുധമാക്കണമെങ്കിൽ പോലും അത്തരത്തിലൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പ്രശ്നമാണ്, അതിനാണ് പരിഹാരം വേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ വിജയരാഘവന് മറുപടിയായി UDF പ്രവർത്തകർ പറയുന്നത് ഇതിനു മുമ്പും കാലങ്ങളായും ഞങ്ങൾ സമരം ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താറുണ്ട്, എന്നുള്ള ശാശ്വതമായ പരിഹാരമില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഈ UDF-ഉം പ്രതിരോധം തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ UDF-ഉം അത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമമായാലും അവർക്ക് വേണ്ടത് ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് തന്നെയാണ്. അത് ശാശ്വതമായില്ലെങ്കിൽ പോലും താൽക്കാലികമായെങ്കിലും ഒരു ശ്രദ്ധ, അടിയന്തരമായ ഒരു ശ്രദ്ധ പല മേഖലകളിലും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വന്യജീവി പ്രശ്നങ്ങൾ അത് പലതരത്തിലുണ്ട്, സങ്കീർണമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. അത് നമുക്കും വ്യക്തമാണ്, ഈ മേഖലയിലെ ആളുകൾക്ക് പറയാം. പക്ഷെ അതിലേക്ക് ഒരു അടിയന്തര ശ്രദ്ധ പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഒറ്റയടിക്കൊരു ശാശ്വത പരിഹാരമൊന്നും നടപ്പാവുന്ന വിഷയമല്ല വന്യജീവി സംഘർഷം അല്ലെങ്കിൽ വന മേഖലയിലെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. അതിന് കാലങ്ങളായുള്ള അത്തരത്തിലുള്ള ഒരുക്കങ്ങളും പഠനങ്ങളും ഒക്കെ ആവശ്യമാണ്. അത് വെല്ലുവിളി നിറഞ്ഞ ഒന്ന് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാനും സാധിക്കും. പക്ഷെ അടിയന്തര ശ്രദ്ധ ലഭ്യമാവേണ്ട പല വിഷയങ്ങളിലാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നിലമ്പൂർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ, വയനാട് ഉൾപ്പെടെ നടക്കുന്ന ഉണ്ടായ മരണങ്ങൾ, അവിടെയൊക്കെ ഒരു അനാസ്ഥ വ്യക്തമാണ്, പ്രകടമാണ്. തുടർ പ്രതിഷേധങ്ങൾ എല്ലാ മേഖലയിലും കാണുന്നു. ഇപ്പോൾ കാളികാവ് നിലമ്പൂരിന് ഒരു അരമണിക്കൂർ വ്യത്യാസത്തിലുള്ള അത്തരത്തിലൊരു 20 കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള പ്രദേശമാണ്. അവിടുത്തെ ആളെക്കൊല്ലി കടുവയ്ക്കാനുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. അവിടെ ആളുകളുടെ ഭീതി ഒഴിയുന്നില്ല, ആശങ്ക മാറുന്നില്ല. അപ്പോൾ പ്രശ്നം അവിടെ സുസ്ഥിരമായി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് വീഴ്ച ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നു, ഇത്തരം ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്. ആ ചോദ്യങ്ങളൊക്കെ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതിനൊക്കെ ഒരു മറുപടിയാണ് കണ്ടെത്തേണ്ടത്. ഇത്തരം സംഭവങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഈ 15-കാരന്റെ ജീവൻ നഷ്ടമായി, ഇനിയും ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം, ഭീതിയും തന്നെയാണ് ആളുകൾക്കുള്ളിൽ ഉണ്ടാകുന്നത്. ആ നാട്ടിലുള്ളവർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവത്തെ കാണുന്നത്. എന്തുകൊണ്ട് നിരന്തരമായിട്ട് ഈ വന്യജീവി പ്രശ്നം, അതിനു വേണ്ടിയിട്ടുള്ള ഇത്തരം അനധികൃതമായ നടപടികളിലേക്ക് ജനങ്ങൾ പോകുന്നു? അതിലിപ്പോൾ ഒരു ജീവൻ പൊലിയുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജിത്തുവാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഷോക്ക് ഏൽക്കുന്നു. ആ രീതിയിൽ എന്താണോ ആ നാട് അഭിമുഖീകരിക്കുന്നത്, അതിപ്പോൾ വലിയൊരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അത് രാഷ്ട്രീയപരമായി ഇപ്പോൾ പാർട്ടികൾ ഏറ്റെടുക്കുന്നു. UDF വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ് ആ ജനങ്ങൾക്ക് വേണ്ടത്. എന്തായാലും അതിദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജിത്തുവാണ് മരിച്ചത്.